ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനദീപ്തിയിലേക്ക് യേശുക്രിസ്തുവിൽ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായി ഈ ടെലിവിഷൻ്റെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, ചിലപ്പോഴെങ്കിലും നീ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായിട്ടാണ് ജീവിക്കുന്നത്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടതകൾ? എന്തുകൊണ്ടാണ് ഒരു വേദന തീരും മുമ്പേ മറ്റൊരു വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്നത്? വേദന വല്ലാതങ്ങ് ഭാരപ്പെടുത്തുമ്പോൾ വല്ലാതങ്ങ് തളർന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളുടെ പിന്നിലുള്ള ദൈവീക രഹസ്യം തിരിച്ചറിയുവാൻ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം വാക്യം 12 ഇപ്രകാരമാണ് പറയുന്നത്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. വചനം പറയുന്നത് എന്താ? നീ യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ നീ തീരുമാനിക്കുമ്പോൾ, നീ ഒരു വിശുദ്ധനാകാൻ തീരുമാനിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് വേദപുസ്തകം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അതിനെന്താ പറയുന്നത്? മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുമ്പോൾ, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വിഷമിക്കുന്നതിന് കാരണമെന്താ? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്, ഞാൻ ദശാംശം നൽകുന്നുണ്ട്, കൗദാശിക ജീവിതമാണ് നയിക്കുന്നത്, മാക്സിമം വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിച്ചിട്ടും അയ്യോ എൻ്റെ സങ്കടം, എൻ്റെ കണ്ണുനീര്, എൻ്റെ കഷ്ടത ദൈവമേ നീ കാണുന്നില്ലേ? പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് എന്താ? കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: നീ കഷ്ടതയുടെ അപ്പമാണ് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, നീ കുടിക്കുന്നത് ക്ലേശത്തിൻ്റെ ജലമാണ്, എന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. കേട്ടുപഴകിയ ഒരു കഥയുണ്ട് കേട്ടോ. കടൽത്തീരത്തു കൂടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ഓരോ സ്റ്റെപ്പും അവൻ വെക്കുമ്പോൾ അവൻ കാണുന്നുണ്ട് അവനോടൊപ്പം മറ്റൊരു സ്റ്റെപ്പ് സഞ്ചരിക്കുന്നത്. തന്നോടൊപ്പം സഞ്ചരിക്കുന്ന തൻ്റെ നല്ല നാഥന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ കടൽ തീരത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു മുൾപ്പടർപ്പ് കണ്ടു. സഹനം ആരംഭിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി, തന്നോടൊപ്പം സഞ്ചരിച്ച ആ കാൽപാദങ്ങൾ കാണാനില്ല. അവന് വല്ലാത്ത വിഷമം തോന്നി. ദൈവമേ, എൻ്റെ സന്തോഷത്തിൻ്റെ നാളുകളിൽ നീ എന്നോടൊപ്പം സഞ്ചരിച്ചു, എന്നാൽ എൻ്റെ സങ്കടകാലങ്ങളിൽ നീ എന്നിൽ നിന്ന് അകന്നു പോയല്ലോ എന്നോർത്ത് വല്ലാതങ്ങ് വിഷമിക്കുന്ന ചെറുപ്പക്കാരനോട് ദൈവം തമ്പുരാൻ സംസാരിക്കുന്നുണ്ട്. മോനെ, സൂക്ഷിച്ചു നോക്കിക്കേ, നീ അക്കടൽ തീരത്ത് കാണുന്ന പാദങ്ങൾ നിന്റെ പാദങ്ങളല്ല, അതെൻ്റെ പാദങ്ങളാണ്. നീ ഇപ്പോൾ എൻ്റെ കൈകളിലാണ്. യഥാർത്ഥത്തിൽ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവകരങ്ങളിലാണെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്? അത് തന്നെയല്ലേ വചനം പറയുന്നത്: കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പം തന്നാലും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അവൻ സങ്കടകാലങ്ങളിൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് സങ്കടങ്ങളിലേക്കാണ്, കഷ്ടതകളിലേക്കാണ്. എത്രയോ പേരാ രോഗപീഠകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവര്,
കടബാധ്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവര്, ജോലിയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവര്, പലരുടെയും ചിന്തയ്ക്ക് കാവലില്ല, കാട് കയറി ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുകയാണ്, എങ്ങനെ എനിക്ക് രോഗമാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വീട് ജപ്തിയുടെ ഒരു അവസ്ഥയിലാണല്ലോ, ഞാനിനി എന്ത് ചെയ്യും? നമ്മൾ പ്രശ്നങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് എന്താ? നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. സഹനകാലങ്ങളിലും നമ്മൾ തളർന്നു പോകുന്നതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ആർത്തിരമ്പുന്ന തിരമാലകളിലേക്ക്, ജീവിതത്തിന് നേരെ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിലേക്ക്, ജീവിതത്തിലെ സുനാമി തിരമാലകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ തിരിച്ചറിയേണ്ട സത്യമെന്ന് പറയുന്നത്, നീ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് നിനക്ക് സ്വയം രക്ഷപ്പെടുവാനായിട്ട് സാധിക്കണമെന്നില്ല. എന്നാൽ നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഗുരുവിനെ ദർശിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പലപ്പോഴും സങ്കടകാലങ്ങളിൽ നമ്മൾ സ്വന്തമായ ചിന്തകളെയാണ് അനുഗമിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ചില കമൻറ്റുകൾ ഉണ്ടല്ലോ, അത്തരം കമൻറ്റുകൾ ഉള്ളിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ അവരും ഇവരുമൊക്കെ പറയുന്നത് ചുവന്നുകൊണ്ട് നടന്നാൽ, അതൊക്കെ നിന്റെ ചിന്തയിൽ നീ ഇങ്ങനെ താലോലിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് കുഞ്ഞേ നിനക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് നീ ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും, കുടുംബജീവിതം തകർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ചിലരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, നീ കർത്താവിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിക്കേ. നിന്റെ പ്രതിസന്ധികളിലേക്ക്, നമുക്കറിയാം യേശുവ ശിഷ്യന്മാരും തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കൊടുങ്കാറ്റിലേക്ക്, തിരമാലകളിലേക്ക്, അപ്പോഴുണ്ടായ പ്രതിസന്ധിയിലേക്ക് നോക്കി വല്ലാതങ്ങ് കരയുന്ന ശിഷ്യന്മാര് യേശുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, യേശു എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഗുരുവിനെ ദർശിക്കുമ്പോഴാണ് നിന്റെ കാതുകളുടെ പിന്നില് നിന്ന് ആ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നത്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ സങ്കടകാലങ്ങളില്, സഹനകാലങ്ങളില് തോന്നണ വഴിക്ക് സഞ്ചരിക്കാനുള്ള ഒരു വിളിയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകാം, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ജീവിതത്തില് ദുരിതങ്ങളുമൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പോഴെല്ലാം വഴി കാണിച്ചു തരുന്ന ഉള്ളിലെ ദൈവസ്വരത്തെ ശ്രവിക്കുവാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഒരിക്കല് അപ്പനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ബാലൻ കപ്പലിലാണ്. അവൻ്റെ അപ്പൻ ആ കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. അവൻ കൊടിമരം ശരിയാക്കാൻ വേണ്ടി ഓടിക്കയറിയത്. പെട്ടെന്നാണ് അന്തരീക്ഷം മാറുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്. ആർത്തിരമ്പുന്ന തിരമാലകള് ആ കപ്പലിലേക്ക് ആഞ്ഞടിക്കുമ്പോ, ആ കപ്പല് ആടി ഉലയുമ്പോ ഈ കൊച്ചിന് താഴത്തേക്ക് നോക്കിയപ്പോൾ ഭയം തോന്നി. അവൻ ഇറങ്ങാൻ പറ്റുന്നില്ല. അവൻ ഡാഡി എന്ന് വിളിച്ച് കരയുമ്പോൾ ആ കപ്പലെ ക്യാപ്റ്റനും മറ്റ് ജീവനക്കാരും ഒക്കെ ഓടി വന്നു. ഒരാള് കൊടിമരത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അപ്പൻ പറയുന്നുണ്ട്, അരുത്. ഒരുപക്ഷെ ഈ കൊടിമരം മറിഞ്ഞ് താഴെ വീണാൽ കയറുന്നവനും മകനുമെല്ലാം കടലിലേക്ക് വീഴും. അപ്പൻ പറഞ്ഞു, മോനെ നീ ഇറങ്ങി വാ, കുഴപ്പമില്ല. അവൻ പറഞ്ഞു, ഡാഡി താഴത്തേക്ക് നോക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു, എനിക്ക് ഭയം തോന്നുന്നു. അപ്പൻ പറഞ്ഞു, മോനെ നീ ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ. മുകളിലേക്ക് നോക്കിയപ്പോഴോ ശാന്തമായ ആകാശം. അപ്പൻ പറഞ്ഞു, നീ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ശാന്തമായിട്ട് പതുക്കനെ
താഴത്തേക്ക് ഇറങ്ങുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ? നമ്മൾ തിരമാലകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ അത് നമ്മളെ ഭയപ്പെടുത്തുന്നത്? നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ വല്ലാതങ്ങ് ആകുലതയും ഉത്കണ്ഠയിലേക്ക് കടന്നു പോകുന്നത്? നമ്മുടെ ചിന്തയ്ക്ക് കാവലില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുക. അപ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ആ സ്വരം ശ്രവിക്കുവാൻ സാധിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവത്തിൻ്റെ വഴി നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വഴി തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമുക്കറിയാം, ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം. അദ്ദേഹം ഒരു പടയാളിയായിരുന്നു. പടക്കളത്തിൽ യുദ്ധത്തിൽ പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുവാനായിട്ട് ഇടവന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് ആ ആശുപത്രി വാസത്തിനിടയിലാണ്, ആ സഹനകാലങ്ങളിലാണ്. അത്തരം നാളുകളിലാണ് ബൈബിള് വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാനും തന്നെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കുവാനുമൊക്കെ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് സാധിച്ചത്. അതെ, നിന്റെ ജീവിതത്തിലെ സഹനകാലങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു അനുഭവമായി മാറുവാനായിട്ട് നീ ആഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓസിയ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഏതാണ് ഈ വിജനസ്ഥലം എന്ന് പറയുന്നത്? വിജനസ്ഥലം എന്ന് പറയുന്നത് മരുഭൂമിയാണ്. എന്താണ് മരുഭൂമിയുടെ പ്രത്യേകത? ചുട്ടുപൊള്ളുന്ന മണലാരണ്യം, വിഷപ്പാമ്പുകളും തേളുകളുമുണ്ട്. 1000 പേര് നടന്നാലും നടപ്പാത കാണത്തില്ല, ഒരു തണൽ മരമില്ല, ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല, താങ്ങാൻ ആളില്ല, കഠിനമായ ഏകാന്തത, കൂരാക്കൂരിട്ട്, ഇടയ്ക്കൊക്കെ ആഞ്ഞു വീശുന്ന മരുക്കാറ്റ്. പ്രിയപ്പെട്ടവരെ, തിരിഞ്ഞു നോക്കുമ്പോൾ വന്ന വഴി പോലും മാഞ്ഞു പോകുന്ന തരത്തിലുള്ള കഠിനമായ ജീവിത പ്രതിസന്ധിയുടെ നേർസാക്ഷ്യമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ദൈവം പറയുക, ഞാൻ നിന്നെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും. എന്തിനാ ദൈവം വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത്? നമുക്ക് ആരോഗ്യമുള്ളപ്പോ, നമുക്ക് സമയമുള്ളപ്പോ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് സമയമില്ല. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ചില പ്രതിസന്ധിയാകാം. നിന്റെ കരിയറിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ നീ ആ ഒരു അവസ്ഥയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ നീ ഒന്ന് കണ്ണുകൾ ഉയർത്തി നോക്കിക്കേ. നിന്റെ ഗുരു നിനക്ക് സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. ദൈവം നിനക്ക് സമീപസ്ഥനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ വാക്യം 13, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളൊക്കെ ദൈവസ്വരം കേൾക്കുന്ന ഒരു അനുഭവമായി മാറുന്നത് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ നമുക്കതൊരു സുന്ദരമായ അനുഭവമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ചില കഷ്ടതകൾ കുറെ കൂടി നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ടതായി മാറുന്നതിന് കാരണമായി മാറും. അപ്പോസ്തലനായ പൗലോസ് ഏറ്റുപറയുന്നത് ഇപ്രകാരമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, വാളിനോ, ആപത്തിനോ, ആഴത്തിനോ, ഉയരത്തിനോ, വരുവാനുള്ളവയ്ക്കോ, സംഭവിച്ചു കഴിഞ്ഞവയ്ക്കോ, ഇക്കാലത്തുള്ളവയ്ക്കോ, ദൂതന്മാർക്കോ ഒന്നിനും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളൊക്കെ വന്നപ്പോൾ, പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ
സഹനത്തിന്റെ തീവ്രതയിലൂടെ കടന്നുപോയ ഒരു അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും? യഥാർത്ഥത്തില് ഇത്തരം സഹനങ്ങള് കുറെ കൂടി ദൈവത്തിലേക്ക് ആ മനുഷ്യനെ അടുപ്പിച്ചു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ജോബിന്റെ കാര്യം തന്നെ എടുക്കാം അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഊസ് ദേശത്തെ ഏറ്റവും വലിയ കോടീശ്വരനാ, സമ്പന്നനാ. എന്നിട്ട് സംഭവിച്ചത് എന്താ? സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അവസാനം നിലത്ത് ചാരം പൂശി നിലത്ത് കിടന്ന് ഉരുളുമ്പോ വേദനയുടെ തീവ്രതയിൽ ആശ്വസിപ്പിക്കാൻ വന്നവര് വല്ലാതങ്ങ് കുറ്റപ്പെടുത്തുകയും പരിഭവവും പരാതിയും ഒക്കെ ആ മനുഷ്യന്റെ മനസ്സിൽ കുത്തി നിറക്കുമ്പോ ആ മനുഷ്യൻ വിളിച്ചു പറയുന്ന സങ്കീർത്തനം എന്താ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ജോബിന്റെ കാര്യം എടുത്താലും അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യം എടുത്താലും ഈ സഹനങ്ങൾ ആ മനുഷ്യരെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല ചെയ്തത്, കുറെ കൂടി അടുപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരം സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോ ഇവരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നില്ല എന്ന് മാത്രമല്ല, അവർ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തപ്പോൾ സംഭവിച്ചത് എന്താ? അവർക്കറിയാം ഇത്തരം സഹനങ്ങള് ദൈവം അവരുടെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. പ്രഭാഷകന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയില് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന്. അപ്പൊ ഈ സഹനങ്ങളുടെ പ്രത്യേകത എന്താ? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തില് അഴുക്കുണ്ടാകാൻ പാടില്ല. അഴുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ആ പാത്രം മാറ്റും, അല്ലെങ്കിൽ ആ പാത്രം കുറച്ചുകൂടി വൃത്തിയുള്ളതാക്കി മാറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ നന്മ വിളമ്പുവാൻ ദൈവം തെരഞ്ഞെടുത്ത പാത്രങ്ങളാണ് നമ്മളെങ്കിൽ, നമ്മളെന്ന പാത്രത്തിൽ നിറയെ ക്ലാവ് പിടിച്ച് അഴുക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് ഈ സ്വർഗത്തിന്റെ നന്മകള് നമ്മളിലൂടെ വിളമ്പുവാനായിട്ട് സാധിക്കുക? അപ്പോൾ എന്ത് ചെയ്യണം? പാത്രം കഴുകണം. കുറെ കൂടി നന്നായിട്ട് കഴുകുന്ന അനുഭവമാണ് ഈ സഹനാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ട സത്യം എന്താ? ദൈവം നമ്മളെ ശുദ്ധീകരിക്കുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്. അപ്പൊ വിശുദ്ധീകരണം, സ്വർണം ഇപ്പോൾ നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന മാല അല്ലെങ്കിൽ നമ്മുടെ കാതിൽ കിടക്കുന്ന കമ്മല്, ഇത് ശുദ്ധി ചെയ്യപ്പെട്ട സ്വർണമാണ്. ഈ സ്വർണം ശുദ്ധീകരിക്കുന്നത് അഗ്നിയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അഗ്നിയിലൂടെ കടത്തിവിട്ടപ്പോ കടന്നു പോകുന്ന ആ ഒരു അനുഭവമുണ്ടല്ലോ, ഇതേപോലെയാണ് സഹനത്തിന്റെ ചൂളയില് ദൈവം തനിക്ക് സ്വീകാര്യരായ മനുഷ്യരെ വിശുദ്ധീകരിക്കുമെന്ന് വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ സഹനങ്ങളെ പ്രതി അപ്പോസ്തലന്മാർക്ക്, രക്തസാക്ഷികൾക്ക്, പീഡനങ്ങളിലൂടെ കടന്നുപോയവർക്ക് പരാതിയില്ലാതിരുന്നതിന് കാരണമെന്താണെന്ന് ചോദിച്ചാൽ അൽഫോൻസാമ്മയ്ക്ക് അറിയാമായിരുന്നു താനിപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കൊച്ചുത്രേസ്യയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ രോഗപീഠ, താൻ അനുഭവിക്കുന്ന മാനസിക വ്യതകള് ദൈവം തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഒരുക്കുന്ന അവസരങ്ങളായിട്ട് കൊച്ചുത്രേസ്യയ്ക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ വിശുദ്ധയുടെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുണ്ടല്ലോ, നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിലും ആ പ്രതികൂലങ്ങളിലുള്ള ദൈവസ്വരം ശ്രവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടല്ലോ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടതകള്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും രോഗപീഠകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം എൻ്റെ ഉപരി നന്മയ്ക്ക് വേണ്ടി ഈ സഹനങ്ങളെ മാറ്റുമെന്ന് തിരിച്ചറിയുവാനായിട്ട് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ജീവിതത്തിൻ്റെ ഡയറക്ഷൻ തിരിച്ചുവിടുവാൻ ചിലപ്പോൾ ദൈവം സഹനം അനുവദിക്കും. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും കർത്താവിൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഇത്രയും നാള് ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട ജോലി തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മളെപ്പോഴും നഷ്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാ.
എന്നാൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന പുതിയ വഴികൾ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ അവസരങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നാം കാണുന്നില്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈ ശാഖകൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ആ ശാഖകളെ വെട്ടിയൊരുക്കുന്നതിനെ കുറിച്ച് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചില്ലേ? അതേ പ്രിയപ്പെട്ടവരെ, ഈ സഹനാനുഭവങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ഫലം കായ്ക്കാനായി ദൈവം നമ്മളെ വെട്ടിയൊരുക്കുന്ന അനുഭവമാണ്. അതേ, സഹനങ്ങളിലേക്ക് നോക്കാതെ, വേദനകളിലേക്ക് നോക്കാതെ, വേദനകൾക്കിടയിലും സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ, കാതുകളുടെ പിന്നിൽ മുഴങ്ങുന്ന ദൈവസ്വരം കേൾക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.